Hey, what's up guys? Welcome back to another video. പുതിയ ആപ്പിൾ ഐഫോൺ എയറിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പ്രൈസ് ഒരു കൺസേൺ ആണ്. അതിൻ്റെ ബിൽറ്റ് 17 സീരീസിൽ അപേക്ഷിച്ചിട്ട് ടൈറ്റാനിയം ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ക്യാമറ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഏറ്റവും സ്ലിം ആയിട്ടുള്ളൊരു ഫോണായിരിക്കും പുതിയ ആപ്പിൾ ഐഫോൺ എയർ വരുന്നത്. 256GB, 512GB ആൻഡ് 1TB 3 വേരിയൻ്റാണ് വരുന്നത്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1,20,000 രൂപ കണ്ടാണ്. സ്കൈ ബ്ലൂ കളർ വേരിയൻറ്റ് വരുന്നത്, ലൈറ്റ് ഗോൾഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഇന്ന് ടൈറ്റാനിയം ബിൽറ്റാണ്. ലേറ്റസ്റ്റ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ ഉണ്ട്. 5.6mm തിക്നെസ് ആണ് ഇതിൽ വരുന്നത്. ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. ആൻഡ് ടൈറ്റാനിയം ബിൽറ്റിൽ നല്ല സ്ട്രോങ് ബിൽറ്റും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും വളയത്തോ ഓടിയതൊന്നുമില്ല. 6.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതുപോലെ ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഓൾ പ്രോ ഫീച്ചേഴ്സ് എല്ലാം ലേറ്റസ്റ്റ് ഐഫോൺ എയറിൽ കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, പിന്നെ മറ്റേ 3D വാൾപേപ്പേഴ്സ്, ആനിമേഷൻസ്, ഈ പരിപാടികളൊക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ബിക്കോസ് ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സിൽ വരുന്നത് iOS 26 ആണ്. സോ കമ്പാരിറ്റീവ്ലി 26 വേർഷൻ ലേറ്റസ്റ്റ് 17 സീരീസിലാണ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവും. പക്ഷേ ബാറ്ററി നമ്മൾ അത്ര പ്രതീക്ഷിക്കുന്ന അത്രയും കിട്ടാൻ ചാൻസ് കുറവാണ്. ഐഫോൺ എയറിന് വേണ്ടിയിട്ടുള്ള മാക്സേഫിന്റെ പവർ ബാങ്കിലെ സ്ലിം ആയിട്ടുള്ള അതും ഇതിലൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് ഇതിൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അറിയാണ്ടെന്ന് അഴവുകളൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പ്രീവിയസ് വേർഷനെ അപേക്ഷിച്ചിട്ട് ക്രാക്ക് റെസിസ്റ്റന്റ് കൂടിയാണ് ലേറ്റസ്റ്റ് ഐഫോൺ എയർ. A19 പ്രോയുടെ ചിപ്സെറ്റാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 6 കോർ CPU, 5 കോർ GPU ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 6 കോർ CPUയിൽ തന്നെ 2 പെർഫോമൻസ് സ്കോറും 4 എഫിഷ്യൻസ് സ്കോറും ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗെയിമിംഗ് പർപ്പസിനൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന വഴി അറിയത്തില്ല. സെക്കൻഡറി ഫോൺ എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ അപ്പോഴും പ്രൈസ് ഒരു കൺസേൺ ആണ്. നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 512GB മിനിമം എടുത്തു കഴിഞ്ഞാലും 1,40,000 1,40,000 രൂപ വരും അതിൻ്റെ 512GB വേരിയന്റ് വരുമ്പോഴത്തേക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ എന്തായാലും വരില്ല. ഇതിൽ ബെറ്ററാണ് ഐഫോൺ 17. ഇൻസ്റ്റെഡ് ഓഫ് ഐഫോൺ എയർ നമ്മൾ ഐഫോൺ 17 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അതിലുണ്ട്. ചിപ്സെറ്റ് പ്രോ അല്ലാന്നേ ഉള്ളൂ, ബട്ട് അതിൽ വരുന്ന പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം, എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു ഫോണാണ്. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴ്ത്തുന്ന കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ന്യൂ N1 ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫോർ ബെറ്റർ വയർലെസ് കണക്ടിവിറ്റി ആൻഡ് Wi-Fi 7 ബ്ലൂടൂത്ത് വേർഷൻ 6 ആണ് കൊടുത്തിരിക്കുന്നത്. C1 അപേക്ഷിച്ചിട്ട് 2 times ഫാസ്റ്റർ ആയിട്ടുള്ള മോഡമാണ് ഇത്തവണ ഐഫോൺ എയറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ സിം വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ. സിം ഇടുന്ന വേരിയന്റ് എയറിൽ വരുന്നില്ല. പിന്നെ പ്ലസ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്പിൾ ഇന്റലിജൻസ്, ക്യാമറ ബട്ടൺസ് ഒക്കെ ഇല്ല, ആ പരിപാടികൾ അതെല്ലാം ഓൾ പ്രോ ലെവൽ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. എമർജൻസി SOS, ക്രാഷ് ഡിറ്റക്ഷൻ ഫീച്ചർ, ആക്ഷൻ ബട്ടൺ, വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ക്യാമറ കൺട്രോൾ ബട്ടൺ ഒക്കെ വരുന്നുണ്ട്. USB Type-C 2 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ചെറിയ കാര്യങ്ങളാണ് ഈ ആപ്പിൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും USB Type-C 3 കൊടുത്തു എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പോകാനൊന്നുമില്ല. ഇത്രയും പൈസ നിങ്ങൾ ഇതിൻ്റെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ സിംഗിൾ ക്യാമറ കഴിഞ്ഞ വർഷം ഇറക്കിയ എനിക്ക് തോന്നുന്നു 16 വേർഷനിൽ ഇറക്കി കഴിഞ്ഞാൽ ആ 48MB ഡ്യുവൽ ഫ്യൂഷൻ ക്യാമറ ആ സെയിം സാധനമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 48MB ഫ്യൂഷൻ ക്യാമറ ഇതിൽ മറ്റേ സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും പരിപാടികളൊക്കെ ഉണ്ട്. വീഡിയോ ക്വാളിറ്റി അതുപോലെ മറ്റേ പോർട്രേറ്റ് ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്താൽ എന്താണ്? ഓട്ടോ ഫ്രെയിമിങ്, ഓട്ടോ ഫോക്കസ്, ഈ പരിപാടികൾ, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിഡക്ഷൻ, സിനിമാറ്റിക് വീഡിയോസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടികളും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ബട്ട് സ്റ്റിൽ സിംഗിൾ ലെൻസാണ് ഈ ഒരു 1,50,000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഐഫോൺ എയറിൽ കൊടുത്തിരിക്കുന്നത്. ഡോൾബി വിഷൻ 4K 60 ഫ്രെയിം/സെക്കൻഡിൽ വരെ എടുക്കാൻ പറ്റും. പ്ലസ് 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫോക്കൽ ലെങ്ത് ആണ് ഇതിൽ വരുന്നത്. 26mm വരുന്നുണ്ട്, 28mm വരുന്നുണ്ട്, 35mm, പിന്നെ 52mm. ഈ 4 ഫോക്കൽ ലെങ്ത് ആണ് ബാക്ക് ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് സെൻട്രൽ സ്റ്റേജ് ക്യാമറയാണ്. 17 സീരീസിൽ ഓൾ 17 സീരീസിൽ കൊടുക്കുന്ന സെയിം ക്യാമറ 18MB സെൻട്രൽ സ്റ്റേജ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. കുറെ AI ഫീച്ചേഴ്സ്, കുറെ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആൻഡ് വീഡിയോ സ്റ്റെബിലൈസേഷൻ വന്നിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കിലും ക്യാമറ ഉപയോഗിച്ചിട്ട് സെയിം ടൈമിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. 17 Pro, Pro Max, Air ഈ 4 വേരിയന്റിലും ഈ സെയിം ഫീച്ചർ അവൈലബിൾ ആണ്.
ഒരു ഇവൻറ്റിലും അവർ യൂസ് ചെയ്യുന്ന ബാറ്ററി എത്ര MAH ആണെന്ന് ഇവർ പറയുന്നില്ല. 24 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് ടൈം, 38 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് ടൈം. എന്തുകൊണ്ട് ഇത്ര MAHൻ്റെ ബാറ്ററിയാണ് ഞങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തെന്നുള്ളത് എനിക്കറിയത്തില്ലത്. 3749 MAHൻ്റെ ബാറ്ററിയാണ് 1.5 ലക്ഷം രൂപയുടെ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതിന് കുറച്ചുകൂടി വലിയ വേപ്പർ ചേമ്പറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹീറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ 256 GB വേരിയൻറ്റിന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,19,900 ആണ്. 1,20,000 രൂപ കൂട്ടാം. 1,40,000 രൂപയാണ് 512 GB വേരിയൻറ്റ് വരുന്നത്. പിന്നെ 1 TB പിന്നെ പറയേ വേണ്ട, 1,60,000 രൂപയാണ് 1 TB വരുന്നത്. ഇതൊക്കെയാണ് ഐഫോൺ എയറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.